ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 2 കൊരിന്തോസ് 9 അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. 2 കൊരിന്തോസ് 9 അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 15 വാക്യങ്ങൾ. ചോദ്യം 2. 2 കൊരിന്തോസ് 9 അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം വിശുദ്ധർക്കുള്ള ധനശേഖരണം. ചോദ്യം 3. എന്തിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് 9:1 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം വിശുദ്ധർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി. ചോദ്യം 4. എന്ത് എനിക്ക് ബോധ്യമുള്ളതാണ് എന്നാണ് 9:2 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളുടെ സന്നദ്ധത എനിക്ക് ബോധ്യമുള്ളതാണ്. ചോദ്യം 5. 9:2 അനുസരിച്ച് എന്ത് മക്കദോനിയക്കാരോട് ഞാൻ പ്രശംസിച്ച് പറയുകയുണ്ടായി എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന്. ചോദ്യം 6. കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് ആരോടാണ് പൗലോസ്ലീഹ പ്രശംസിച്ച് പറയുകയുണ്ടായത്? ഉത്തരം മക്കദോനിയക്കാരോട്. ചോദ്യം 7. 9:2 അനുസരിച്ച് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് എന്ത്? ഉത്തരം നിങ്ങളുടെ, അതായത് കൊറിന്തോസുകാരുടെ തീക്ഷ്ണത. ചോദ്യം 8. കൊറിന്തോസുകാരുടെ തീക്ഷ്ണത ആർക്കാണ് ഉത്തേജനം നൽകിയിട്ടുള്ളത്? ഉത്തരം നിരവധി ആളുകൾക്ക്. ചോദ്യം 9. നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ എന്താകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാനാണ്. ചോദ്യം 10. ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് 9:3 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കണം. ചോദ്യം 11. മക്കദോനിയക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരുകയും നിങ്ങളെ എന്തായി കാണുകയും ചെയ്താലാണ് ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും എന്ന് പറയുന്നത്? ഉത്തരം ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ. ചോദ്യം 12. മക്കദോനിയക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരുകയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്? ഉത്തരം ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും. ചോദ്യം 13. എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്തു വന്ന് സഹോദരന്മാരെ എന്തിന് പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി എന്നാണ് പറഞ്ഞത്? ഉത്തരം നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന്. ചോദ്യം 14. ആ സംഭാവന എന്തുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ എന്നാണ് പറഞ്ഞത്? ഉത്തരം ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല, നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ എന്ന്. ചോദ്യം 15. 9:6 അനുസരിച്ച് സത്യമിതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ്ലീഹ പറഞ്ഞത് എന്ത്? ഉത്തരം അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ചോദ്യം 16. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും എന്ത് പറഞ്ഞതിന് ശേഷമാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം സത്യമിതാണ് എന്ന് പറഞ്ഞതിന് ശേഷം. ചോദ്യം 17. 9:6 അനുസരിച്ച് ആരാണ് അല്പം മാത്രം കൊയ്യുന്നത്? ഉത്തരം അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ചോദ്യം 18. 9:6 അനുസരിച്ച്
ആരാണ് ധാരാളം കൊയ്യുന്നത്? ഉത്തരം: ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ചോദ്യം 19. ഓരോരുത്തരും എന്തനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നാണ് 9:7 അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ചോദ്യം 20. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എങ്ങനെയൊക്കെ ആകരുത് എന്നാണ് 9:7 പറയുന്നത്? ഉത്തരം: വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. ചോദ്യം 21. 9:7 അനുസരിച്ച് എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ഉത്തരം: സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ചോദ്യം 22. എന്തിനെല്ലാം കഴിവുറ്റവനാണ് ദൈവം എന്നാണ് 9:8 പറയുന്നത്? ഉത്തരം: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ചോദ്യം 23. നിങ്ങൾക്ക് എന്ത് സദാ സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം എന്നാണ് 9:8 പറയുന്നത്? ഉത്തരം: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാൻ. ചോദ്യം 24. എന്ത് ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം? ഉത്തരം: സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ. ചോദ്യം 25. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ, അതായത് ദൈവം, എന്തെല്ലാം ചെയ്തു എന്നാണ് 9:9 പറയുന്നത്? ഉത്തരം: അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു. ചോദ്യം 26. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം ആർക്ക് ദാനം ചെയ്തു എന്നാണ് 9:9 പറയുന്നത്? ഉത്തരം: ദരിദ്രർക്ക് ദാനം ചെയ്തു. ചോദ്യം 27. എന്ത് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് 9:9 പറയുന്നത്? ഉത്തരം: അവൻ്റെ നീതി, അതായത് ദൈവത്തിൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ചോദ്യം 28. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുന്നു എന്നാണ് 9:10 പറയുന്നത്? ഉത്തരം: നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ചോദ്യം 29. നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം: വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ. ചോദ്യം 30. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും എന്ത് സമൃദ്ധമാക്കുകയും ചെയ്യും എന്നാണ് 9:10 പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ചോദ്യം 31. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും എന്ത് ചെയ്യും എന്നാണ് 9:11 പറയുന്നത്? ഉത്തരം: സമ്പന്നരാക്കും. ചോദ്യം 32. 9:11 അനുസരിച്ച് എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കും എന്ന് പറയുന്നത്? ഉത്തരം: നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്. ചോദ്യം 33. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ എന്തായി പരിണമിക്കുകയും ചെയ്യും എന്നാണ് 9:11 പറയുന്നത്? ഉത്തരം: ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. ചോദ്യം 34. സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല എന്നാണ്
9:12 പറയുന്നത്? ഉത്തരം: വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല. ചോദ്യം 35. സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, എന്തിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു എന്നാണ് 9:12 പറയുന്നത്? ഉത്തരം: ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു. ചോദ്യം 36. സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ എന്തുകൂടിയാണ് ചെയ്യുന്നത്? ഉത്തരം: കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു. ചോദ്യം 37. എന്തെല്ലാം വഴി നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് 9:13 പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും. ചോദ്യം 38. പൂരിപ്പിക്കുക. 2 കോറിന്തോസ് 9:13 ഡാഷ് വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും. ചോദ്യം 39. പൂരിപ്പിക്കുക. 2 കോറിന്തോസ് 9:13 ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും ഡാഷ് വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. ഉത്തരം: അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും. ചോദ്യം 40. എന്തു നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാണ് 9:14 പറയുന്നത്? ഉത്തരം: നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം. ചോദ്യം 41. നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്കു വേണ്ടി എന്തു ചെയ്യുകയും ചെയ്യും എന്നാണ് 9:14 പറയുന്നത്? ഉത്തരം: നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ചോദ്യം 42. എന്തിന് ദൈവത്തിന് സ്തുതി എന്നാണ് 9:15 പറയുന്നത്? ഉത്തരം: അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. ചോദ്യം 43. 2 കോറിന്തോസ് 9:8 ഉദ്ധരിക്കുക. ഉത്തരം: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ചോദ്യം 44. 2 കോറിന്തോസ് 9:10 ഉദ്ധരിക്കുക. ഉത്തരം: വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ചോദ്യം 45. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി അധ്യായവാക്യം ഏത്? ഉത്തരം: 2 കോറിന്തോസ് 9:15.